ആദിവാസി സമൂഹത്തിന്റെ വിദ്യാഭ്യാസം, ചികിത്സ, തൊഴിൽ എന്നിവയ്ക്കാണ് എൻഡിഎ സർക്കാരിന്റെ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ ജമുയിൽ ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ ആദിവാസി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज डॉक्टरी हो, इंजीनियरिंग हो, सेना हो, एरोप्लेन पायलट हो, हर प्रोफेशन में आदिवासी बेटे बेटियां आगे आ रहे हैं। ये सब इसलिए हो रहा है क्योंकि बीते दशक में स्कूल से लेकर उच्च शिक्षा तक आदिवासी क्षेत्रों में बेहतर संभावनाएं बनी है। आजादी के 700-ലധികം ഏകലവ്യ സ്കൂളുകളും ആദിവാസി ഗവേഷണ കേന്ദ്രങ്ങളും സർവകലാശാലകളും തുറന്നിട്ടുണ്ട്. ഗോത്ര സമൂഹങ്ങളുടെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആദിവാസി സമൂഹങ്ങളുടെ പാരമ്പര്യ ചികിത്സാ രീതികളെ സർക്കാർ സംരക്ഷിച്ചിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് അത് കാര്യക്ഷമമാക്കാൻ പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. PM ജൻമൻ യോജന രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഗോത്രങ്ങളുടെ വാസസ്ഥലത്തിന്റെ വികസനം ഉറപ്പാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ജമുയിലെ എക്സിബിഷനും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥമുള്ള തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ഗോത്രവർഗ വിഭാഗങ്ങളിലെ ഉന്നമനത്തിനായുള്ള 6640 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ये 150 रुपए मूल्य का सिक्का है जो शिम योगदान के सम्मान स्वरूप ये विशेष स्मारक डाक टिकट भगवान बिरसा मुंडा जो संग्रह करते हैं उनके लिए एक अनुपम भेंट होगी।